ഹലോ, അപ്പം നമ്മൾ ഫാം വർക്കർ പോസ്റ്റിലേക്ക് നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഇനി അടുത്ത 10 ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി. അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഉത്തരം എ. ചട്ടമ്പിസ്വാമികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. അയ്യങ്കാളി കല്ലുമാല സമരം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ, വൈകുണ്ഠസ്വാമികൾ അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു, സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു രാമകൃഷ്ണപിള്ള. അപ്പോൾ ഡി ആണ് തെറ്റായിട്ടുള്ളത്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു രാമകൃഷ്ണപിള്ള എന്ന ഓപ്ഷനാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷനറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? ഉത്തരം എ. തിരുവിതാംകൂറാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്തു പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്ന്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി 1924 നവംബർ 1. അടുത്ത ക്വസ്റ്റ്യൻ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻ എ. EMS നമ്പൂതിരിപ്പാടാണ്. ഓപ്ഷൻ എ ആണ് EMS നമ്പൂതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻ. 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? ഓപ്ഷൻ സി 18 ഉത്തരം. അപ്പോൾ 2024 നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തേതാണ്? 18ാമത്തെയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ബി ധർമ്മേന്ദ്ര പ്രധാൻ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 1. 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാർ. 2. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. 3. ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. 4. ജവഹർലാൽ നെഹ്റുവും ചൗവെൻ ലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഉത്തരം സി ആണ്. പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്തത് 3 മാത്രമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് എന്നുള്ളത് പഞ്ചശീല തത്വങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണനയനുസരിച്ച് ക്രമീകരിക്കുക. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്നു. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. ചന്ദ്രയാൻ ദൗത്യം. ഇത് തന്നെയാണ് കറക്റ്റായിട്ടുള്ള ഓർഡർ. ഓപ്ഷൻ എ 1, 2, 3, 4. അടുത്ത ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏത്? 1. ഭിലായ് സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ, ബൊക്കാറോ ഫ്രാൻസ്. ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി ബൊക്കാറോ ഫ്രാൻസ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ
ഡി ആണ്. 4ാമത്തെ ജോഡിയാണ് തെറ്റായിട്ടുള്ള ജോഡി. ഉത്തരം ഓപ്ഷൻ ഡി. അപ്പോൾ അടുത്ത 10 ക്വസ്റ്റ്യനായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.